ഭീകരതയ്ക്കെതിരെ ഇസ്രയേൽ രൂപീകരിക്കുന്ന സഖ്യത്തിൽ ഭാരതം പ്രധാന പങ്കാളിയെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഷിയ സുന്നി വിഭാഗങ്ങൾ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഒഴിവാക്കാനാണ് നീക്കം. ഭാരതം, ഇസ്രയേൽ, ഗ്രീസ്, സൈപ്രസ് എന്നീ രാജ്യങ്ങൾക്ക് പുറമെ അറബ് ആഫ്രിക്കൻ മേഖലകളിൽ നിന്നുള്ള 2 പ്രമുഖ രാഷ്ട്രങ്ങളും ഈ തന്ത്രപ്രധാന കൂട്ടായ്മയുടെ ഭാഗമാകും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഭീകരതയ്ക്കെതിരെ ഇസ്രയേൽ രൂപീകരിക്കുന്ന സഖ്യത്തിൽ ഭാരതം ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഒപ്പം ഭീകരതയ്ക്കെതിരെ എങ്ങനെയാണ് ആ ഒരു സഖ്യം രൂപീകരിക്കപ്പെട്ടത്? മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായും അശ്വതി, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭീകരതയ്ക്കെതിരായ നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നീക്കങ്ങളാണ് പ്രധാനമായും ഭരണകൂടങ്ങൾ നടത്തുക. അതിൽ പ്രധാനമായത് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുക, അതുപോലെ തന്നെ ഹവാല ഇടപാടുകൾ പോലുള്ള സാമ്പത്തിക ഇടപാടുകളെ ചെറുക്കുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലുള്ള സംവിധാനങ്ങളെ ശാക്തീകരിക്കുക. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് പ്രധാനമായും നടക്കുക. അത്തരത്തിലുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ റാഡിക്കലൈസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ, അത്തരത്തിലുള്ള വിവിധങ്ങളായ ഒരു സമഗ്രമായ സംവിധാനമായിരിക്കും ഒരുക്കുക. നമുക്കറിയാവുന്നതാണ്, ഭീകരതയുടെ ആഘാതങ്ങൾ ഏറ്റവും അധികം ഏറ്റ രാജ്യങ്ങളാണ് ഭാരതവും അതുപോലെ തന്നെ ഇസ്രയേലും. സ്വാഭാവികമായും ഈ സഖ്യം ഉണ്ടാകുമ്പോൾ അതിനുള്ള ഒരു സാധ്യത, ആ സഖ്യത്തിൽ ഏറ്റവും ക്രിയാത്മക സഖ്യമായും ക്രിയാത്മക ഭാഗമായും മാറാനുള്ള സാധ്യത ഭാരതത്തിനുണ്ട്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വവും ഭാരതത്തിനുണ്ട്. അതിനുള്ള ആത്മാർത്ഥമായ നിലപാടുകളും ഭാരതം ലോകം മുഴുവൻ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതം അതിലെ ഒരു പ്രധാന ഘടകം, കോർ പാർട്ട് എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഈ കോർ പാർട്ടായി ഭാരതം തുടരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വിരുദ്ധ നിലപാടുകളാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് 6 രാജ്യങ്ങൾ, അതായത് അതിൽ പ്രധാനമായും 4 രാജ്യങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭാരതം, ഇസ്രയേൽ, ഗ്രീസ്, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളും അതുപോലെ തന്നെ ഒരു അറബ് രാഷ്ട്രവും ഒരു ഒരു ആഫ്രിക്കൻ രാഷ്ട്രവും ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഷിയ സുന്നി വിഭാഗങ്ങളുടെ പലതരത്തിലുള്ള റാഡിക്കലൈസേഷൻ, അതായത് ഈ ഭീകരമായ രീതിയിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ, ആക്രമണങ്ങളും ആത്മഹത്യാ ബോംബുകളും ഒക്കെയായി മാറുന്നതിനെ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി, അത് റാഡിക്കലൈസേഷൻ ഘടകമായി മാറുന്ന ഒരു നീക്കമുണ്ട്. ഇതിനെ പ്രതിരോധിക്കുക എന്ന ഒരു ഹോളിസ്റ്റിക് സമീപനമാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ സന്ദർശിക്കാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് നിർണായകമായ ഒരു നിലപാട് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ സഖ്യത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഭീകരത തുടച്ചു മാറ്റുക എന്നത് തന്നെയാണ് ഈ രാഷ്ട്രങ്ങളുടെ ലക്ഷ്യം. ഇസ്രയേൽ രൂപീകരിക്കുന്ന സഖ്യത്തിൽ ഭാരതമാണ് ഇതിൽ പ്രധാന പങ്കാളിയാകുക. കഴിഞ്ഞ ദിവസമാണ് ഭാരതം ഈ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഭീകരതയ്ക്കെതിരെ പുതിയ ഒരു നയം കൊണ്ടുവന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് പങ്കുവച്ചത്.